നമസ്കാരം. ഡെമോക്രസി തുടങ്ങുകയാണ്. എല്ലാവർക്കും സ്വാഗതം. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാവുകയും ഏറ്റവും ഒടുവിൽ കുമ്മനം മോദി കേരള സംസ്ഥാന BJP പ്രസിഡന്റ് ആവുകയും ചെയ്തതോടെ നാടൻ സംഘികൾക്ക് ഇരിക്കപ്പൊറുതി ഇല്ലാതായിരിക്കുകയാണല്ലോ. എങ്ങനെയും ഭരണത്തിലെത്താനുള്ള പെടാപ്പാടാണ്. അതുകൊണ്ട് അമ്പലപ്പറമ്പുകളിൽ ഭക്തരുടെ നേതാക്കളായി മുദ്രകുത്തി പണ്ടുമുതലേ കെട്ടിയിറക്കിയ ചില ടീച്ചർമാരും മാഷന്മാരും കുടില പ്രഭാഷണങ്ങൾ പൂർവാധികം ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. കുമ്മനം പാർട്ടിക്കാരനായതോടെ ശശികല ടീച്ചർക്ക് ജോലി വളരെ കൂടുതലായി. സകലതിലും ജാതിയും മതവും കണ്ടെത്തലാണ് പ്രധാന പരിപാടി. ക്ഷേത്ര സ്വത്തുക്കൾ, പരിസരങ്ങളിലെ കച്ചവടം തുടങ്ങി തൊടുത്തുവിട്ട ബഡായികളെല്ലാം പൊളിഞ്ഞു പാളീസായ സ്ഥിതിക്ക് വീണ്ടും പഴയ വർത്തമാനമൊക്കെ പൊടിതട്ടിയെടുത്ത് ശശികല രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഇതാ വരുന്നു. കേരളത്തിലെ അമ്പലങ്ങളിൽ സാംബശിവന്റെ വിശ്വസാഹിത്യ കഥാപ്രസംഗങ്ങളാണ് മുഴങ്ങിയിരുന്നതാണ് പണ്ട്. സാംബശിവന്റെ വിശ്വസാഹിത്യ കഥാപ്രസംഗങ്ങൾ മാത്രം മുഴങ്ങിയിരുന്ന കേരളത്തിലെ അമ്പലപ്പറമ്പുകളിൽ ഇപ്പോൾ കല്ലിനെ തീപിടിപ്പിക്കുന്ന ശശികല ടീച്ചർമാരുടെയും കുമ്മനം രാജശേഖരന്മാരുടെയും ഒക്കെ പ്രഭാഷണമാണ് നടക്കുന്നത്. വർഗീയ പ്രഭാഷണമാണ് നടക്കുന്നത്. ഇത് പറഞ്ഞത് നിയമസഭയ്ക്കകത്ത്. നിയമസഭയിൽ ഇല്ലാത്തവരുടെ പേര് വലിച്ചഴക്കരുത് എന്നൊക്കെയുള്ളൊരു ചെറിയൊരു മര്യാദയൊക്കെ പണ്ടുണ്ട്. പോട്ടെ, അത് നമുക്ക് കുഴപ്പമില്ല. കാരണം നമ്മുടെ ആളുകളാണ് കയറി പോകാമല്ലോ. അതുകൊണ്ട് പിന്നെ മുന്നക്കൂട്ടി പറഞ്ഞുകൊണ്ട് നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. മുന്നക്കൂട്ടി അവിടെ അങ്ങനെ ഒരു എൻട്രൻസ് ഒക്കെ കൊടുത്താലേ നമുക്ക് സന്തോഷമേ ഉള്ളൂ. അല്ല, പോകാൻ പോകുന്നതാണ്, അതുകൊണ്ട് വിഷമമില്ല. അങ്ങനെ ഒരു ചില മര്യാദയൊക്കെ പണ്ടുണ്ടായിരുന്നു. ഏതായാലും അതിന്റെ പിന്നിലുള്ള വികാരം എന്ത്? പള്ളികളിൽ വിശ്വസാഹിത്യം വേണമോ വേണ്ടയോ എന്ന് പറയാനുള്ള അധികാരം PC വിശ്വനാഥിനില്ല, VT ബൽറാമിനില്ല, VD സതീശനില്ല, EP ജയരാജനില്ല, ആർക്കും ഇല്ല. ഇതിനു മുമ്പ് ഇങ്ങനെ വല്ല മാനസിക പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടോന്ന്? അല്ല, അമ്മാവൻ എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ തുറന്നു പറയണം. നമുക്ക് നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കാം. താൻ എന്തുവാടോ ഈ പറയുന്നേ? എനിക്കൊക്കെ ഏറ്റവും അഭിമാനം തോന്നിയ കാര്യം 2003 ഞാൻ എൻ്റെ ഒരു പ്രസംഗം ആദ്യമായിട്ട് കേട്ടത്. അതുവരെ പ്രസംഗിക്കലേ ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ കേൾക്കലില്ല. കാരണം ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്ത് 2003 ചാലക്കുടി വെച്ചിട്ട് ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്തത്. അന്ന് പറഞ്ഞ കാര്യത്തിന് 12 വർഷങ്ങൾക്ക് ശേഷം കേരള നിയമസഭ സമയം കണ്ടെത്തി ചർച്ച ചെയ്യാൻ എനിക്ക് എന്നെ തന്നെ എണീറ്റ് സല്യൂട്ട് ചെയ്യാൻ തോന്നി. രക്തം കുടിക്കാൻ തക്കം പാത്തിരിക്കുന്ന പ്രേതാത്മാക്കളെ തുറന്നു വിട്ടതൊന്നും അയാൾക്കൊരു പ്രശ്നമല്ല. അയാളുടെ നോട്ടത്തിൽ എന്റെ മോൾ ശ്രീദേവിക്കാണ് ഇപ്പൊ കുഴപ്പം. ശ്രീദേവിക്കോ? ശ്രീദേവിക്ക് ഇപ്പൊ എന്താ കുഴപ്പം? അത് അയാളോട് തന്നെ പോയി ചോദിക്കണം. ശ്രീദേവിക്ക് ഇപ്പൊ പെട്ടെന്ന് അങ്ങനെ കുഴപ്പമുണ്ടാവേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എന്നാൽ അതൊന്നും അറിയണല്ലോ തമ്പിളിയ. നഷ്ടത്തിലായ എല്ലാ അമ്പലമാണ് പൂട്ടിക്കോളൂ പറഞ്ഞു. ഭക്തി ഇല്ലാണ്ടെന്നല്ല, ഇവിടെ അമ്പലങ്ങൾ ഒരുപാട് കാലം പൂട്ടിക്കിടന്നിട്ടില്ലേ? നഷ്ടത്തിലായ എല്ലാ അമ്പലവും ദേവസ്വം ബോർഡ് പൂട്ടുക, വേറൊരു അമ്പലത്തിലെ വരുമാനം കൊണ്ടൊന്നും നടത്തണ്ട. നഷ്ടത്തിലായ എല്ലാ അമ്പലമാണ് പൂട്ടുക. അളിയോ, അല്ല, നഗലൻകുട്ടി ആ പറഞ്ഞത് പരിചിതം അങ്ങോട്ട് ഉപേക്ഷിക്കണ്ട. ശ്രീദേവിക്ക് ഇപ്പൊ എന്തോ കുഴപ്പമുണ്ട്. കുഴപ്പമുണ്ട്. ഇന്നലെ തെക്കിനീന്ന് ഇറങ്ങിയ തമിഴത്തി വെറുതെ അങ്ങോട്ട് പോകുന്നില്ല. അത് ശ്രീദേവിയെ പിടികൂടിയിട്ടുണ്ടോന്നൊരു സംശയം. ഒരു ലക്ക് കെട്ട മട്ട. വന്നേ വന്നേ, എല്ലാവരും വന്ന് നോക്കി വാ. ഞാൻ 2 മാസം മുമ്പ് തിരൂർ ഒരു സ്കൂളിൽ പോയി. ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി പോയതാ. അപ്പൊ അതിന്റെ ടോയ്ലറ്റിൽ പോയി. ടോയ്ലറ്റിനെ ചുമരുമ്പോൾ അതിന്റെ ഫണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പൊ അങ്ങനെയാണല്ലോ, ഒരു ബസ് സ്റ്റാൻഡ് കണ്ടാൽ ഏത് സ്റ്റാൻഡാന്ന് നമുക്ക് മനസ്സിലാവില്ല. കാരണം അതിന്റെ മുഴുവൻ MLA യും MP യും പേരാവും. സ്ഥലപ്പേര് മൈക്രോസ്കോപ്പ് കൊണ്ട് നോക്കണം. നമുക്ക് നോക്കി ബസ് ഇറങ്ങാനൊന്നും പറ്റില്ല. കാരണം MLA യുടെ വലിയ പേരേ കാണുള്ളൂ, മറ്റേത് ഇത്രേ ഉണ്ടാവുള്ളൂ. അത് ശരിയാണ്, വളരെ ശരിയാണ്. എന്നാൽ നാട്ടിൽ എവിടെ തിരിഞ്ഞു നോക്കിയാലും അതിനേക്കാൾ കൂടുതൽ നരേന്ദ്രമോദിയുടെ മുഖം മാത്രമാണ് എന്നുകൂടി കൂട്ടിച്ചേർക്കണം. ഉദാഹരണത്തിന് സിനിമാ തിയേറ്ററുകളിലൊന്നും കടക്കാൻ വയ്യാത്ത സ്ഥിതിയാണ്. ശശികലയെ ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. പറയാനുള്ളത് പറഞ്ഞോളൂ. സ്കൂളിലെ ടോയ്ലറ്റിൽ പോയിട്ട് പിന്നെ എന്തു സംഭവിച്ചു? ബാത്റൂമിന്റെ ചുമറ് മുഴുവൻ ഫണ്ടിന്റെ വിവരം. അതെന്താ? പാലളി കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം അനുവദിച്ച ഫണ്ട് കൊണ്ട് കെട്ടിയ മൂത്രപ്പുര. ഞാനും ഒരു ടീച്ചറാണ്. 14,500 കുട്ടികൾ, 3,500ഓളം ഹൈസ്കൂൾ വിഭാഗം തന്നെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ഫണ്ട് ഞങ്ങൾക്കും കിട്ടുമെന്നൊരു സ്വാർത്ഥത എനിക്കുണ്ടായി. കാരണം മൂത്രപ്പുരത്തിനൊക്കെ ഇത്തിരി കുറവുണ്ട്, കിട്ടിയാൽ കൊള്ളാലോ. അപ്പൊ ഞാൻ ഇതിന്റെ ഹെഡ് ടീച്ചറെ കണ്ടു. ടീച്ചർ, ഇത് എന്താ ഫണ്ട്, ഇത് എങ്ങനെ കിട്ടണമെന്ന് വെച്ചു. അവരും എയ്ഡഡ് സ്കൂൾ, ഞങ്ങളും എയ്ഡഡ് സ്കൂൾ. അപ്പൊ ഇത് എങ്ങനെ കിട്ടണമെന്ന് വെച്ചു. അപ്പൊ പറഞ്ഞു, അത് സഖാവ് പാലോളിയുടെ ഒരു നിർദ്ദേശം. പാലോളി കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, മുസ്ലിം കുട്ടികൾ കൂടുതൽ പഠിക്കുന്ന സ്ഥലങ്ങളിൽ മൂത്രപ്പുരകൾ കെട്ടിക്കൊടുക്കണം. അതിന് ഫണ്ട് അലോട്ട് ചെയ്തിട്ടുണ്ട്. ആ ഫണ്ട് കിട്ടിയതാണ്. പടച്ച തമ്പുരാനെ, സായം സന്ധ്യയെ സാക്ഷി നിർത്തി പറയാ, മൂത്രത്തിന് വരെ മതം നിശ്ചയിച്ച ഈ നാട്ടിലാണോ നമ്മൾ ഇനി മതേതരത്വം പറയേണ്ടത്? ഇല്ല, ഒന്നുമില്ല.
എനിക്കൊന്നുമില്ല. ആടിക്കോളൂ, നേരം വെളുക്കണ വരെ ആടിക്കോളൂ. ഓരോ സമൂഹത്തിന്റെ ഉന്നമനത്തിനായാണ് ജനാധിപത്യ സർക്കാരുകൾ വിവിധ കമ്മീഷനുകളെ വയ്ക്കുന്നതും പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നതും. അതിലൊന്നു മാത്രമാണ് പാലൊളി കമ്മീഷൻ. ഹിന്ദു സമൂഹത്തിലെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിനായി നടപ്പാക്കുന്ന പദ്ധതികളുടെ കണക്കുകൾ എന്തായാലും ശശികല അറിയാഞ്ഞിട്ടാകില്ല. അതിൽ വിഷം ഇല്ലാത്തതുകൊണ്ടാകും. വിഷം വമിക്കണമെങ്കിൽ ഇമ്മാതിരി മൂത്രപ്പുര കഥകൾ തന്നെ പറയണമല്ലോ. ഇമ്മാതിരി ഒരെണ്ണം CPIM-നെതിരെയുമുണ്ട്. പണ്ടൊരിക്കൽ ശിവദാസ മേനോൻ തലേക്കെട്ടുകാരോട് പറഞ്ഞുവത്രേ RSSുകാർ കോണകമാണ് ഉടുക്കുക എന്ന്. ശശികലയുടെ പഴയ ഓർമ്മയാണ്, സൂക്ഷിച്ചു കേട്ടോണം. 1996 അസംബ്ലി പാർലമെന്റ് ഇലക്ഷൻ ഒപ്പം നടക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടിലെ CPM-ന്റെ പ്രചരണത്തിന് വേണ്ടി CPM-ന്റെ നേതാവും മുൻ മന്ത്രിയുമൊക്കെയായ അന്നത്തെ മന്ത്രിയുമൊക്കെയായ സഖാവ് ശിവദാസ മേനോൻ വന്നു. വൈദ്യുത ധനകാര്യ വകുപ്പ് മന്ത്രിയൊക്കെ വളരെ സരസമായി സംസാരിക്കും. ആരുടെ സംഭാഷണവും കേൾക്കാൻ എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഇവരുടെ പ്രസംഗം മാറി നിന്ന് കേൾക്കുന്നുണ്ട്. വീട്ടിലിരുന്നാൽ തന്നെ സുഖമായിട്ട് കേൾക്കാം റോട്ടിൽ സംസാരിക്കുന്നത്. അപ്പൊ ഇദ്ദേഹം പറയാണ്, CPM-ന്റെ ഒരു പൊതുയോഗങ്ങളുടെ ഒരു സാമാന്യ രീതി അന്നും ഇന്നും ഉണ്ട്. അവരുടെ പൊതുയോഗം നടക്കണമെങ്കിൽ മുന്നിൽ ഒരു 4-5 തലേക്കെട്ടുള്ള ആളെ കൊണ്ടിരുത്തും. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ തലേക്കെട്ട് കെട്ടിയ കാരണന്മാരുടെ വംശമൊക്കെ കുറഞ്ഞു വന്നു. ഇപ്പൊ തൊപ്പിടുന്നവരൊക്കെ ഉണ്ടെന്നല്ലാതെ ഈ തലേക്കെട്ട് കെട്ടുക ഒത്തിരി പ്രായമായ കാരണന്മാർ മാത്രമേ മുസ്ലിങ്ങൾക്കിടെ തലേക്കെട്ട് കെട്ടിയിരുന്നുള്ളൂ. ഇപ്പൊ അവരുടെയൊക്കെ വംശം കുറ്റിയേറ്റ് പോവുക. പക്ഷെ എന്നാലും CPM എവിടുന്നേലും ഒരു 4-5 ആളെ പിടിച്ച് മുമ്പിലിരുത്തും. ഈ തലേക്കെട്ടുകാർ മുമ്പിലിരുന്നാലേ CPM-ന്റെ യോഗ ഉള്ളൂ എന്നാണ്. ആ പാവങ്ങളെ അവിടെ അങ്ങനെ കാഴ്ചയ്ക്ക് കണ്ടുവെച്ച മാതിരി അവിടെ കൊണ്ടുവയ്ക്കും. ശിവദാസ മേനോൻ പ്രസംഗം തുടങ്ങി. ആദ്യത്തെ തലേക്കെട്ട് കെട്ടിയ കാക്കാനെ നോക്കി എന്നെ വിളിച്ചു, കോയാക്ക. അത് കോയാക്കൊന്നുമല്ല, ഞങ്ങൾക്കറിയാതെ ഏതാക്കാന്ന്. കോയാക്ക, ഈ തെരഞ്ഞെടുപ്പിൽ BJP ജയിക്കാൻ പോവാണ്. 96-ലാട്ടോ. 19 കൊല്ലം കണ്ടാ നമ്മളിവിടെ നിൽക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ BJP ജയിക്കാൻ പോവാണ് കോയാക്ക. ഈ തെരഞ്ഞെടുപ്പിൽ BJP ജയിച്ചാൽ ഇങ്ങക്ക് പിന്നെ പോത്തിറച്ചി തിന്നാന്ന് കൂട്ടണ്ട. പോത്തിറച്ചി നല്ലൊരു മീനിന്റെ കഷ്ണം കൂടി ഇങ്ങക്ക് കിട്ടില്ല. കാരണം RSSകാരാ ഭരിക്കാൻ പോണ്. അവര് വെറും വഴുതനങ്ങി മണ്ടയ്ക്ക് മാത്രമേ കടിച്ചു വലിക്കുള്ളൂ. നിങ്ങൾക്ക് അത് മാത്രം തിന്നേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ച് വോട്ട് ചെയ്തോളെ. ഇപ്പുറത്തേക്ക് തിരിഞ്ഞു. കാതിർക്ക, അത് കാതിർക്കയല്ല, കാതിർക്ക. ഈ തെരഞ്ഞെടുപ്പിൽ BJP ജയിച്ചാല് ഇങ്ങക്ക് ആയുസിന് ഈ തലേക്കെട്ട് കെട്ടാൻ പറ്റൂല. ഈ തലേക്കെട്ട് BJPക്കാരെ അഴിപ്പിക്കും. എന്തിനാ? BJPക്കാർ ആ തലേക്കെട്ട് അഴിപ്പിക്കും. എന്നിട്ട് ആ തലേക്കെട്ട് കൊണ്ട് കോണ കൊടുപ്പിക്കും. കാരണം RSSകാർ കോണക കൊടുക്കുക. കോണകത്തിന്റെ കാര്യം എന്തായാലും ശശികല തുറന്നു പറഞ്ഞത് നന്നായി. എന്തായാലും മനുഷ്യന്റെ ആദ്യ വസ്ത്രങ്ങളിലൊന്ന് എന്ന നിലയിൽ അതിനെ തള്ളിപ്പറയാൻ ഡെമോക്രസി തയ്യാറല്ല. പക്ഷേ ശശികല ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ആണയിട്ട് വീണ്ടും പറയും, ഞങ്ങളൊന്നും മതം പറയുന്ന ആളുകളല്ല എന്ന്. തെറ്റാര് ചെയ്താലും തെറ്റെന്ന് പറയും, ശരി ആര് ചെയ്താലും ശരി എന്ന് പറയും. അവരുടെ മതം നോക്കിയല്ല. പക്ഷെ ഭരണകൂടങ്ങൾ മതം നോക്കി ആനുകൂല്യം കൊടുക്കുന്നു, രാഷ്ട്രീയക്കാർ മതം നോക്കി അഭിപ്രായം പറയുന്നു. ഇത് അവസാനം എത്താൻ പോകുന്നത് ഈ നാട് കത്തുന്ന അവസ്ഥയിലേക്ക്. ഇവിടെ കത്തിയാൽ ഉത്തരവാദികൾ ഹൈന്ദവ സംഘടനകളല്ല. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇല്ല ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. വിശ്വസിച്ചേ പറ്റൂ. ഈ അസുഖത്തിന്റെ മെഡിക്കൽ നെയിം പോളിസൈത്തീമിയ റുബ്രാവീര എന്നാണ്. രക്തത്തിലുള്ള റെഡ് ബ്ലഡ് കോർപ്പസിൽസ് അളവ് വിട്ട് കൂടുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇത് തന്നെയായിരുന്നു അവളുടെ സഹോദരിയുടെയും അസുഖം. മരുന്നിന്റെ ശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്രയും നാൾ പിടിച്ചിരുന്നത്. കൈവിട്ടു പോയാൽ പിന്നെ ഒരു വിധത്തിലും രക്ഷിക്കാനാവില്ല. ഇത്ര നാൾ നിങ്ങൾ എവിടെ ആയിരുന്നു? ഈ അവസാന നിമിഷത്തിലാണ് ഇതൊക്കെ വന്ന് പറയുന്നത്. പറയാൻ എനിക്ക് അനുവാദമില്ല ഇപ്പോഴും. ഡോണ്ട് ബി സ്റ്റുപ്പിഡ്. ഈ വർഗീയതയുടെ അസുഖവും വെച്ച് ശശികല ഒരു സ്കൂൾ ടീച്ചർ ആയതെങ്ങനെയെന്ന് പലരും ചോദിക്കുന്നുണ്ട്. VD സതീശനെ പോലുള്ളവർ. പേടിക്കേണ്ട, PSC ഒന്നും പാസ്സായി ടീച്ചറായതല്ല, ഏതോ എയ്ഡഡ് സ്കൂളിൽ കോഴ കൊടുത്ത് വാങ്ങിയ പദവിയാണ് എന്നൊക്കെ ശത്രുക്കൾ പറയുന്നുണ്ട്. സംഗതി എന്തായാലും കോഴിക്കോട് മാൻഹോളിൽ വീണു മരിച്ച നൌഷാദിനെ നാടുനീളെ നടന്ന് അപമാനിക്കുന്ന ശശികലയുടെ ടീച്ചർ പദവിയിൽ VD സതീശന് ഇപ്പോഴും സംശയമുണ്ട്. കോഴിക്കോട് 2 തൊഴിലാളികൾ മാൻഹോളിൽപ്പെട്ട് വിഷവാതകം ശ്വസിച്ചപ്പോ നൌഷാദ് കൈപിടിച്ച് കയറ്റാൻ വേണ്ടി ചെന്നു. ഈ വെള്ളത്തിൽ മുങ്ങി ചാകാൻ പോകുന്നവർ അവരെ രക്ഷിക്കാൻ വരുന്നവരുടെ കയ്യിലും കാലും പിടിച്ച് തൂങ്ങും. അതുപോലെ ശ്വാസം മുട്ടി പടയുന്ന ആളുകൾ 2 പേരും ചേർന്ന് നൌഷാദിന്റെ കയ്യിൽ പിടിച്ച് തൂങ്ങി. ഇയാൾ കൂടി അതിനകത്തേക്ക് വീണ് അയാൾ കൂടി ശ്വാസം മുട്ടി മരിച്ചു. ശശികല ടീച്ചർ പറഞ്ഞത്, വല്ല കാര്യം ഉണ്ടായിരുന്നോ നൌഷാദിന്? ഒരു കോടി വെച്ച് കൊടുത്താൽ പോരായിരുന്നോ? അല്ലെങ്കിൽ ഒരു കയറിട്ട് കൊടുത്താൽ പോരായിരുന്നോ? അല്ലെങ്കിൽ ഒരു തുണിക്കഷ്ണം? എവിടെ തുണിക്കഷ്ണം കിട്ടാൻ?
വഴിയിലൂടെ എത്ര പേര് മുണ്ടെടുത്തുകൊണ്ട് പോകുന്നു, അവരുടെ ആരുടെങ്കിലും മുണ്ടടിച്ചിട്ട് കൊടുത്താൽ പോരായിരുന്നു എന്നാണ് ചോദിച്ചത്. അപ്പൊ ഞാൻ ടീച്ചറോട് പറഞ്ഞു, ടീച്ചറെ എനിക്ക് നിങ്ങളോട് വിരോധമില്ല, നിങ്ങൾ പഠിപ്പിച്ച കുട്ടികളെ കുറിച്ച് ഓർത്ത് മാത്രമേ സങ്കടമുള്ളൂ, അവരുടെ കാര്യം ഓർത്തിട്ടാണ് കഷ്ടം. ഈ 3 പേരാണ് മാൻഹോളിൽ വിഷവാതകം ശ്വസിച്ച് മരിച്ചതെങ്കിൽ നിങ്ങളുടെ ഒരു പ്രസംഗം കഴിയുമ്പോൾ ആ മാൻഹോളിൽ ഉണ്ടായിരുന്ന വിഷവാതകത്തിന്റെ 1000 ഇരട്ടി വിഷവാതകമാണ് അന്തരീക്ഷത്തിൽ പരത്തുന്നത്. അത്രമാത്രം വിഷമിക്കുന്ന കുറെ ആളുകളെ മുന്നിൽ നിർത്തി ഇത്രയും നേരം കേട്ടിരുന്നവർക്ക് ഒരു കാര്യം ബോധ്യമാകും, സതീശന്റെ സംശയം അസ്ഥാനത്തല്ല എന്ന്. ഇനിയൊരു ഇടവേള, അത് കഴിഞ്ഞ് ബഡാ ദോസ്ത്. കടൽ കാറ്റിൻ നെഞ്ചിൽ കടലായി വളർന്ന സ്നേഹമുറങ്ങി, കനലായി എരിഞ്ഞ സന്ധ്യമയങ്ങി. ഞങ്ങൾ സുഹൃത്തുക്കൾ തന്നെയാണ്. അപ്പോൾ ക്രിസ്മസ് ദിനത്തിലാകെ ഒരു വീട്ടിൽ പോയി അത് ആഘോഷത്തിൽ പങ്കെടുക്കുന്നത് ഇവിടെയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഭരിക്കാനാണ്. കേരള സംസ്ഥാനം ഭരിക്കാൻ തന്നെയാണ് ഇപ്രാവശ്യം മത്സരിക്കുന്നത്.